നമസ്കാരം. ഈ ഭാഷാ പ്രശ്നം, അതായത് പ്രാദേശിക ഭാഷകൾക്ക് വേണ്ടി മറുഭാഷകളെ തള്ളിപ്പറയുക എന്നുള്ളൊരു രാഷ്ട്രീയ നീക്കം ഭാരതത്തിൽ പലയിടത്തും നടക്കാറുള്ളതാണ്. സ്വതന്ത്ര ഭാരതത്തിന് മുമ്പ് തന്നെ ഇത്തരം പ്രക്ഷോഭങ്ങളും ഇത്തരമൊരു ഭാഷാ സ്നേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഭാരതത്തിൽ സ്ഥിരം കാഴ്ചകളായിരുന്നു. ഉദാഹരണത്തിന് തമിഴ്നാട് ഹിന്ദി വിരുദ്ധ പോരാട്ടം. ഇപ്പോൾ ഈ സമീപകാലത്തായിട്ട് ദക്ഷിണേന്ത്യയിൽ ഹിന്ദിക്കെതിരെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ ഹിന്ദി തെരിയാതെ പോടാ, കർണാടകയിലാണെങ്കിൽ നമ്മ കന്നഡ ഹിന്ദി ബേഡ, നമ്മുടെ കന്നഡ ഭാഷ മതി, ഹിന്ദി വേണ്ട. കേരളത്തിൽ അങ്ങനെ ഒരു പ്രത്യക്ഷമായിട്ട് വരാറില്ല. പക്ഷേ തമിഴരും കർണാടകക്കാരും നടത്തുന്ന ഇത്തരം പ്രക്ഷോഭങ്ങളെ അല്ലെങ്കിൽ ഹിന്ദി വിരുദ്ധ പോരാട്ടങ്ങൾ എന്ന് മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ആശയങ്ങളെ കേരളീയരായിട്ടുള്ള, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കേരളത്തിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറുമുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ അന്ന് തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നു, ഇത് ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്, ഇത് അപകടകരമായൊരു രീതിയിലേക്ക് നീങ്ങുവാൻ സാധ്യതയുള്ളൊരു പ്രക്ഷോഭമാണിത്. ഹിന്ദിക്കെതിരെ ഉള്ളൊരു പ്രതിഷേധം എന്നുള്ളത് ഭാഷാസ്നേഹം, പ്രാദേശിക ഭാഷാസ്നേഹം, ഇപ്പോൾ കന്നഡക്കാരാണെങ്കിൽ കന്നഡ ഭാഷയോടുള്ള സ്നേഹമെന്നുള്ളത് ഒരു ഭാഷാഭ്രാന്തായി മാറുകയും അതിനെ വളരെ വിദഗ്ധമായി രാഷ്ട്രീയക്കാർ, തന്ത്രശാലികളായ രാഷ്ട്രീയക്കാർ അതിവിദഗ്ധമായി ഉപയോഗിക്കുകയും ചെയ്യുവാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അന്നേ പറഞ്ഞിരുന്നു. അത്തരത്തിലേക്കുള്ളൊരു കാര്യത്തിലേക്കാണ് കേരളവും കർണാടകവുമായിട്ടുള്ളൊരു ബന്ധം ഇപ്പോൾ നീങ്ങുന്നത്. കർണാടകത്തിൽ സമീപകാലത്ത് അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ച ഒരു നടപടിയെ പിണറായി വിജയൻ രൂക്ഷമായി വിമർശിക്കുകയും അതിൻ്റെ അനന്തരഫലമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മലയാളികൾക്കെതിരെ എന്നുള്ള രീതിയിൽ തന്നെ ഒരു പ്രസ്താവന നടത്തുകയും മലയാളികളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ ഏതാണ്ട് പറഞ്ഞു വയ്ക്കുകയും ചെയ്തൊരു അവസ്ഥ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് പിണറായി സർക്കാർ പൂർണ്ണമായും കേരള സർക്കാരിൻ്റെ അധികാര പരിധിയിൽ പെടുന്ന രീതിയിൽ തന്നെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ മലയാളം നിർബന്ധിത പഠന വിഷയമാക്കുവാനുള്ളൊരു ബില്ല് പാസ്സാക്കുക, നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. അതിനെതിരെ കർണാടക സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോകുമെന്നാണ് അറിയുന്നത്. അതിൻ്റെ കാരണമായി അവർ പറയുന്നത്, കാസർഗോഡ് ജില്ലയിൽ കന്നഡ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. കാസർഗോഡ് പോലുള്ള ജില്ലകളിൽ അവരുടെ മേൽ മലയാളം അടിച്ചേൽപ്പിക്കുവാനുള്ളൊരു നടപടിയാണിത്, ഇതിനെ തടയിടണം എന്ന ഒരു ആശയവുമായിട്ടാണ് കർണാടക സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ഭാഷാഭ്രാന്തിനെ പ്രോത്സാഹിപ്പിച്ച് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് ദക്ഷിണേന്ത്യയിൽ ഈ ഹിന്ദി തെരിയാതെ പോടാ അല്ലെങ്കിൽ നമ്മ കന്നഡ ഹിന്ദി ബേഡ എന്നുള്ള പ്രസ്താവനകൾ ഉയർന്നപ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ തന്നെയാണ്. അവർ തന്നെയാണ് ഈ ഭാഷാ പ്രേമമെന്ന മുഖം മൂടി അഴിഞ്ഞു വീണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഭാഷാഭ്രാന്ത്, അതിന് പിന്നിലുള്ള ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ഇവയുടെയൊക്കെ പ്രചാരകരും പ്രോത്സാഹകരും ഒക്കെ അവർ തന്നെയായിരുന്നു. ഇന്ന് അവരെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഈ ഒരു അപകടകരമായ സാഹചര്യത്തിന് അവർ തന്നെയാണ് പ്രധാന ഉത്തരവാദികളെന്ന് പറയാതെ വയ്യ. നമസ്കാരം.